നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഡോക്ടർ എം.കെ. റാം വീണ്ടും അറസ്റ്റിൽ. തലശ്ശേരി സെഷൻസ് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. റീ അറസ്റ്റിന് കോടതി അനുമതി ലഭിക്കുന്നതിന് മുമ്പേ റാം ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കും. വലിയ വിമർശനങ്ങളായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയിൽ നിന്നും അതിനുശേഷം ഇന്ന് തലശ്ശേരി സെഷൻസ് കോടതിയിൽ നിന്നൊക്കെ ഉണ്ടായത്. ഈ കേസിന്റെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പിയോട് കോടതി നേരിട്ട് ഹാജരാകുകയും വിശദീകരണം നൽകാനൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ വീണ്ടും ഡോക്ടർ എം.കെ. റാം അറസ്റ്റിലായിരിക്കുകയാണ്. തലശ്ശേരി സെഷൻസ് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, വലിയ വിമർശനങ്ങൾക്ക് ശേഷമാണ് ഒരു പുതിയ അന്വേഷണ സംഘം വരുന്നത്. പഴയ അന്വേഷണ സംഘത്തിനെതിരെ കോടതിയിൽ നിന്ന് വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അറസ്റ്റിലായിരിക്കുകയാണ് റാം. ഇനി അങ്ങോട്ട് ഈ അന്വേഷണം ഏത് നിർണായക ഘട്ടത്തിലേക്ക് എത്തിയെന്ന് പറയാൻ സാധിക്കും? കാരണം പുതിയ അന്വേഷണ സംഘമാണ്. ആ രീതിയിലൊക്കെ എങ്ങനെയായിരിക്കും ഇനി ഈ അന്വേഷണം മുന്നോട്ട് പോവുക? നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് 15 കോടി രൂപ ലോൺ എടുത്തിട്ടുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യുന്നില്ല, 15,000 രൂപ ലോൺ എടുത്ത ആളുകൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു ആശ്ചര്യമുണ്ട്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യമാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരായിരിക്കണം പ്രതി എന്നുള്ള കാര്യത്തിൽ ആരിലേക്കാണ് അന്വേഷണം കൃത്യമായി നീളേണ്ടതെന്നുള്ള ഒരു സൂചനയാണ് ഹൈക്കോടതി നൽകിയത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഡോക്ടർ റാമിനെ പിടികൂടുന്നതിനുള്ള നടപടികൾ ക്രൈംബ്രാഞ്ച് സംഘം ഊർജിതമാക്കിയത്. പക്ഷേ നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുകയും അന്വേഷണ സംഘത്തെ ഉൾപ്പെടെ മാറ്റുകയും ഈ റീ അറസ്റ്റിനുള്ള സാധ്യത വീണ്ടും തെളിയുകയുമായിരുന്നു. എന്തായാലും ഇന്ന് കോടതി കാര്യങ്ങൾ പരിഗണിച്ചപ്പോൾ ഇത്തരത്തിൽ ഈ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ഉത്തരവിടുകയും അതനുസരിച്ച് ഈ അറസ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പായതിന് പിന്നാലെ ഇത്തരത്തിൽ അദ്ദേഹം ഈ ഡോക്ടർ റാം ഈ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലെത്തി കീഴടങ്ങുകയുമായിരുന്നു. അല്പസമയം മുമ്പാണ് ഇയാളുടെ അറസ്റ്റ് രേഖാമൂലം ഇപ്പോൾ ഈ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇത്തരത്തിൽ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക. എന്തായാലും റിമാൻഡിൽ ആവശ്യപ്പെടാൻ ഉള്ള ഒരു സാഹചര്യം ഈ ഘട്ടത്തിൽ ഇല്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണവുമായി ഇപ്പോൾ എം.കെ. റാം സഹകരിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യലിൽ വിളിപ്പിച്ചാൽ പോലും വരാൻ സന്നദ്ധ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യത കാണുന്നില്ല. എന്തായാലും അറസ്റ്റ് അല്പസമയം മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കാനുള്ള തുടർ നടപടികളായിരിക്കും സ്വീകരിക്കുക. അമ്പിളി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സംഭവം വളരെ വിവാദമായ സംഭവമാണ്, പ്രമാദമായ ഒരു കേസാണ്. ആ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ വീഴ്ചയിൽ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതിയിൽ നിന്ന് പണവും ഭക്ഷണവും വാങ്ങി ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇത്തരത്തിൽ ഹൈക്കോടതി തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നതാണ്. മാത്രവുമല്ല ഒരു അധ്യാപകനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം സുപ്രീം കോടതിയും ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നതാണ്. എന്തായാലും അധ്യാപകനെതിരെ വലിയ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകും. അധ്യാപകന് നേരെ ഉയർന്ന ആരോപണങ്ങൾ, നൽകിയിട്ടുള്ള മൊഴികൾ, സാഹചര്യ തെളിവുകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കും. ആവശ്യമെങ്കിൽ കുടുംബത്തിന്റെയും സഹപാഠികളുടെയും ഉൾപ്പെടെ മൊഴികൾ രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. പുതിയ SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഡിവൈഎസ്പി ജീവൻ ജോർജിനാണ് അന്വേഷണ ചുമതല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ നിർണായകമായ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമ്പിളി. ശരി, നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഡോക്ടർ എം.കെ. റാം വീണ്ടും അറസ്റ്റിലായിരിക്കുകയാണ്. തലശ്ശേരി സെഷൻസ് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. റീ അറസ്റ്റിന് കോടതി അനുമതി ലഭിക്കുന്നതിന് മുമ്പേ റാം ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് കോടതിയിൽ ഹാജരാക്കുക. പുതിയ അന്വേഷണ സംഘമാണ് ഇനി കേസ് അങ്ങോട്ട് അന്വേഷിക്കുക. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജോസഫ് അഗസ്റ്റിൻ.